4:30 ഇത്തരമൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. KSRTC ലോ ഫ്ലോർ ബസ്, AC ലോ ഫ്ലോർ ബസ്സാണ് നേരെ വന്ന് ശക്തൻ്റെ പ്രതിമയിരിക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചു കയറുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ശക്തൻ്റെ പ്രതിമ നിലം പൊത്തി. ഇത് വലിയ ബീമാണ്, വലിയ ഭീമി തീർത്താണ് ശക്തൻ്റെ പ്രതിമ അതിൽ വെച്ചിരുന്നത്. പക്ഷേ അപ്പോൾ എത്രമാത്രം ശക്തിയോടുകൂടി ഇടിച്ചിട്ടുണ്ടാകണം ഇങ്ങനെ ഈ പ്രതിമ വീഴണമെങ്കിൽ എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം. പക്ഷേ കാര്യമായ ഗുരുതരമായ പരിക്കുകളില്ല. വാഹനത്തിന് മുന്നിലിരുന്ന 3-4 പേർക്ക് മാത്രമേ പരിക്കുള്ളൂ. ഈ പ്രതിമയ്ക്കും ഒരു ചരിത്രമുണ്ട്. PC ചാക്കോ MP ആയിരിക്കുന്ന സമയത്താണ് ഈ പ്രതിമ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. അന്ന് വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടായിരുന്നു. അന്ന് BJPയുടെ ചില നേതാക്കൾ ഉൾപ്പെടെ ഈ പ്രതിമയ്ക്ക് ഈ രൂപമല്ല എന്നതടക്കമുള്ള കാര്യം കോടതിയിൽ പോകുന്നതടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഈ പ്രതിമ സ്ഥാപിച്ചതിന് ശേഷം ഇത് തൃശ്ശൂർ നഗരത്തിൻ്റെ ഏറ്റവും ഒരു ഐക്കണായി, നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ ഐക്കണായി മാറുകയായിരുന്നു. തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു ആ ഗാംഭീര്യം വിളിച്ചോതുന്ന ഒരു പ്രതിമയായിരുന്നു. ഈ പ്രതിമ ഒരു KSRTC ബസ് നേരെ വന്ന് ഇടിച്ചു കയറണമെങ്കിൽ അത്രയേറെ അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഈ ദിവസം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് ഇങ്ങനെ നേരെ വന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയി എന്നത് വിശ്വസിക്കാനാവില്ല. കാരണം ഈ ബസ് കയറി വരുന്നത് 2 വലിയ കൊടും വളവുകൾ ചുറ്റിയാണ് വരുന്നത്. മുണ്ടൂർ പാലത്തിൽ നിന്ന് തിരിഞ്ഞ് 2 കൊടും വളവുകൾ ചുറ്റി വരുന്ന വാഹനം. ഡ്രൈവർ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമല്ല. അത്രയും അശ്രദ്ധമായി വാഹനം ഓടിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. കാരണം ഈ 2 കൊടും വളവുകൾ കഴിഞ്ഞ് ഏകദേശം ഒരു 300 മീറ്റർ ദൂരത്തിൽ മാത്രമാണ് നിൽക്കുന്ന അതാണ് ഈ പ്രതിമ. ഏതായാലും ഈ പ്രതിമ തകർന്നു വീണിരിക്കും. എന്ത് ചെയ്യും എന്നതാണ് കാണുമ്പോൾ പ്രതിമ പൂർണ്ണമായിട്ടും നശിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്ത് പ്രതിമ പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണോ? അരുൺകുമാർ, അത്തരത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. കാരണം പ്രതിമയുടെ നടുഭാഗം അതായത് ഏകദേശം അരക്കെട്ടിന് താഴേക്ക് 2ആയി പിളർന്നിട്ടുണ്ട്. ഇനി വീണ്ടും സ്ഥാപിക്കാൻ, ഇത് പാച്ച് ചെയ്ത് സ്ഥാപിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. ഇപ്പോൾ 2 പാച്ച് കറക്റ്റായിട്ട് പൊളിഞ്ഞിരിക്കുകയാണ്, 2ആയി പിളർന്നിരിക്കുകയാണ്. ഈ പിളർന്ന ഭാഗം വീണ്ടും മറ്റു ഭാഗങ്ങൾക്ക് കാര്യമായ കേടില്ല. പിന്നെ ബീമാണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിളർന്ന ഭാഗം വീണ്ടും യോജിപ്പിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഇരുമ്പ് കമ്പി കൊണ്ടാണ് ഉള്ളിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ വീണ്ടും അത് പാച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ തൂൺ പൂർണ്ണമായും തകർന്നു പോയി. ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഈ വാഹനത്തിനകത്തിരുന്നവർക്ക് കാര്യമായ പരിക്കുണ്ടായില്ല. 2-3 പേർക്ക് മുന്നിൽ നിന്നവർക്ക് ഇരിക്കുന്നവർക്ക് മാത്രമാണ് ചെറിയ തോതിൽ പരിക്കുണ്ടായത്. പക്ഷേ ഇതിനകത്ത് നാം കാണേണ്ട ഏറ്റവും ഒരു വിഷയം എന്ന് പറയുന്നത് 300 മീറ്റർ 2 കൊടുംവളവുകൾ തിരിഞ്ഞു വരുന്നൊരു വാഹനം. അപ്പോൾ എത്രമാത്രം അമിത വേഗത്തിലായിരിക്കണം ഈ വാഹനങ്ങൾ കടന്നു വന്നത് എന്നതാണ്. അത് വലിയ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അത്രയേറെ ഇല്ല, മഴയൊന്നുമില്ല. ഞാൻ നടക്കാൻ ഇറങ്ങുന്നത് 5 മണിക്ക്. 5 മണിക്ക് ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ എന്നോട് ഇവിടെ പത്രം ഇടുന്ന ഒരാൾ പറയുകയാണ്, ഇവിടെ ഒരു ബസ് KSRTC ബസ് നമ്മുടെ ശക്തൻ്റെ പ്രതിമ തകർത്തിട്ടുണ്ടെന്നുണ്ട്. ആ സമയത്ത് മഴയേ ഇല്ല. അപ്പോൾ തന്നെ നാം ഇവിടെ വീഡിയോ എടുത്ത് നമ്മൾ അയക്കുകയായിരുന്നു. അതിനർത്ഥം ആ സമയത്ത് മഴയോ മറ്റൊരു പ്രശ്നങ്ങളോ ഇല്ല. ഇത് തികച്ചും അശ്രദ്ധമായി ഓടിച്ചത് തന്നെ എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം ഞാൻ അരുൺകുമാറിനൊക്കെ ആ മുണ്ടൂർ പാലം കഴിഞ്ഞ് വരുന്ന വളവ് എന്ന് പറയുന്ന അത്രയേറെ അപകടം പിടിച്ച വളവ്. ആ വളവിൽ ഉറങ്ങി വണ്ടി ഓടിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ ശക്തൻ്റെ പ്രതിമയിലേക്ക് വരില്ല, ചതുപ്പ് നിലത്തിലേക്ക് പോകും. അത്രയേറെ അശ്രദ്ധത കൊണ്ട് മാത്രമാണ് വലിയ ബീം തകർന്നു പോകണമെങ്കിൽ നാം ഈ ബീമിൻ്റെ രൂപം ഒന്ന് നമുക്ക് കാണിക്കാം. അത്രയും വലിയ ബീമാണ്. കോൺക്രീറ്റ് കൊണ്ട് അടിച്ചു ഒതുക്കി വലിയ സുശക്തമായി നിർമ്മിച്ച ബീമാണ് ഇപ്പോൾ തകർന്ന്. വേലിക്കെട്ടിനുള്ളിലല്ലേ ഈ ശക്തന്റെ പ്രതിമ നിന്നിരുന്നത്? തീർച്ചയായും വലിയ, അതും ചെറിയ കമ്പിവേലിയല്ല, വലിയ രീതിയിൽ കമ്പിവേലി ഒന്ന് കാണിക്കുക. കമ്പിവേലി എന്ന് പറഞ്ഞാൽ നല്ല ദൃഢമായിട്ടുള്ള, പെട്ടെന്നൊന്നും ഒരു സാധനം വന്ന് കയറാൻ കഴിയാത്ത രീതിയിലുള്ള കമ്പിവേലിയാണ്. ഈ കമ്പിവേലി തകർത്തൊരു ബസ്സിന്റെ മുക്കാഭാഗത്തോളം ഇതിലേക്ക് അകത്തേക്ക് കയറണമെങ്കിൽ എത്രമാത്രം വേഗത ബസ്സിനുണ്ടായിരിക്കണം എന്നതാണ്. എനിക്ക് തോന്നുന്നു ആ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇവിടെ തിരിയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, അതായത് ഇത് ഈ ഒരു യൂട്ടേണും അതുപോലെ തന്നെ ഒരു സർക്കിളാണല്ലോ, ഇവിടെ തിരിയാൻ കഴിയാത്തത് കൊണ്ട് നേരെ ഇങ്ങോട്ട് കയറി അത്രയേറെ വേഗത്തിൽ വന്ന ബസ്സാണ്. അല്ലാതെ ഒരു ബസ്സിൻ്റെ മുക്കാഭാഗത്തോളം ഇങ്ങോട്ട് കയറുകയും അതിഭീകരമായ ഒരു അതിശക്തമായ ഒരു ബീം തകർന്നു വീഴുകയും ചെയ്യണമെങ്കിൽ ആ ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് തന്നെയാണ്. ആ ബസ് ഇവിടെ വെച്ച് വളയ്ക്കാൻ എടുക്കുന്ന സമയം ടയറിന് ബീഡിങ് ഇല്ല. ഈ ബസ്സിന് 6 ടയറിനും ബീഡിങ് ഇല്ല. അപ്പൊ ബ്രേക്ക് കിട്ടില്ല, ഇല്ല. കാരണം ഇതല്ലേ ഹോളോ ബ്രേക്സ് അല്ലേ, ചവിട്ടിയെ കിട്ടില്ല ഈ ചാറൽ മഴയ്ക്ക്. അപ്പൊ ടയറിന് ആദ്യം ബീഡിങ് വെക്കാൻ പറയൂ. ആ ബീഡിങ്ങിന് ടയറുണ്ട്. ബ്രേക്ക് ടയർ ഗ്രിപ്പ് വേണ്ടേ, ബീഡിങ് ഇല്ല. ഇങ്ങനെ കട്ടുണ്ടോ ടയർ? അതൊക്കെ മിനുസായിക്കണു.
ഇവിടുത്തെ കൗൺസിലർ തന്നെ ശരിയാണ്. ഇനിയിപ്പോ എന്താ ഇപ്പൊ വീണ്ടും സ്ഥാപിക്കണ്ടേ? എന്താ വേണ്ടേ? ഈ വിഷയത്തിലേ ഒരു ശക്തൻ തമ്പുരാൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു പൊതുവികാരമാണ് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ 2015-20 കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ശക്തൻ്റെ ഒരു സാംസ്കാരിക ഇത് നമുക്ക് പൈതൃകം ഇവിടെ ജനങ്ങൾക്ക് പൊതു ഒരു വികാരമാണ്, അത് സ്ഥാപിക്കണം എന്നുള്ളൊരു ആവശ്യം കൗൺസിൽ ഉന്നയിക്കുന്നത്. അന്ന് IP പോൾ മേയറായിരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചെയ്യണത് അല്ല, ഇതിപ്പോൾ മേയർ അവരൊക്കെ വന്ന് കണ്ടുപോയി, ഇത് പുനഃസ്ഥാപിക്കും, കൂടുതൽ ഭംഗിയോടുകൂടി അത് പുനഃസ്ഥാപിക്കാനാണ് മേയർ വേണ്ടത്. ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇതിപ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ഒരു 100 മീറ്റർ കഷ്ടിയുള്ള ഈ ഇത്രയും വലിയൊരു ഹെയർ പിൻ ബെൻഡ് അവിടെ ഉണ്ട്, അവിടെ ഹൈമാസ്റ്റ് ലൈറ്റ് ഉണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിന്ന് ഭംഗിയായിട്ട് വന്ന വണ്ടി ഈ ഒരു 100 മീറ്റർ എത്തുന്നതിന് മുമ്പ് ഇത്രയും വലിയൊരു ഉറക്കം ഡ്രൈവർക്ക് അങ്ങനെ സാധ്യമാണോ എന്ന് എനിക്ക് അപ്പോൾ അതിൽ ഡ്രൈവറെ പശ്ചാത്തലമടക്കം ഈ വിഷയത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് പുനഃസ്ഥാപിക്കും ഇവിടെ ഇതുപോലെ. അപ്പോൾ ഇതാണ് വിഷയം. ഇത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ശക്തൻ വളരെ കൺജസ്റ്റഡ് ആയ ഒരു ഏരിയയിൽ അമിത വേഗത്തിൽ വരിക, നിയന്ത്രണം കിട്ടാതെ നേരെ വന്ന് കയറുക, ഒരു വലിയ പ്രതിമയും ആ തൂണും ഇടിച്ചിടുക, മുക്കാ ഭാഗത്തോളം ഇങ്ങോട്ട് കയറി നിൽക്കുകയാണ് ബസ്. ഈ ശക്തൻ തമ്പുരാന്റെ പ്രതിമ ഇടിച്ചു തകർത്ത ബസ്സിന്റെ ഡ്രൈവറായ ശക്തനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് അശ്രദ്ധ തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ ആ കൂടെ വന്ന ഒരാൾ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ് ജെയ്സൺ. ആ വണ്ടിയുടെ 4 വീലിലും 6 വീലിലും ബീഡിംഗ് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തേഞ്ഞ് മിനുസമായി കിടക്കുന്ന ടയറിട്ടാണോ ഓടിച്ചിട്ടുള്ളത്? ആ ടയർ ഒന്ന് കാണിച്ചതായിരിക്കും. ഒരാൾ എന്തായാലും അങ്ങനെ ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് നമുക്ക് ടയർ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. നമ്മുടെ ഈ ആ ബസ്സിന്റെ ടയറിന്റെ അവസ്ഥ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ നമുക്കൊന്ന് അറിയാം. കാണിക്കാവുന്നതാണ്. ടയർ കാണിക്കാൻ അരുൺകുമാർ. കാരണം അദ്ദേഹം ഇപ്പോൾ നമ്മളിവിടെ ലൈവിന് നിൽക്കുമ്പോൾ വന്ന് പറഞ്ഞതാണ്. സ്വാഭാവികമായിട്ട് നാട്ടുകാർ വന്ന് കാണുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് ആ ടയർ ഒന്ന് കാണിക്കാം. ടയറൊക്കെ തേഞ്ഞ ഒരു പരിവായിട്ടുണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇവിടെ മുന്നിൽ വെള്ളമായതുകൊണ്ട് അങ്ങോട്ട് കടന്നധികം. അപ്പോൾ ഇത് തേഞ്ഞ ടയർ തന്നെയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കാര്യമായി ഒന്നുമില്ല എന്ന് അദ്ദേഹം നമ്മോട് പറയുന്നത്. അദ്ദേഹം ഈ മേഖലയിലെ എക്സ്പെർട്ടാണ്, ഒരു നാട്ടുകാരനാണ്, അവർ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ നമ്മുടെ ലൈവ് കണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെയാണ് ഈ പ്രശ്നം. ഇത് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല എന്നാണ് പറയുന്നത്. ബ്രേക്ക് പിടിച്ചാൽ നിൽക്കാത്ത ഒരു വണ്ടി അതിവേഗത്തിൽ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതെ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടാൻ സാധ്യതയില്ല. ബ്രേക്ക് ചെയ്തതിന്റെ പാടവിടെ കാണുമെന്നുള്ള കൂടി ഒന്ന് നോക്കിക്കോളൂ എന്തായാലും.